ഹായ് ഹലോ വെൽക്കം ടു ടേസ്റ്റി ടേസ്റ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അടിയിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ എടുക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിലേക്ക് പാലിക്കൂട്ട് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ആദ്യത്തെ പോലെ തന്നെ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ കോഫി പൗഡർ എടുക്കുന്ന 2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ അതേപോലെ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോഫി പൗഡറിൻ്റെ മിക്സ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പാലിലേക്ക് പൊടികളൊക്കെ ഇട്ടാൽ അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ മിക്സ് ചെയ്ത് അവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പോൾ അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ഇതാവും തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോർ അങ്ങ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കോണം. ഒട്ടും വെയിറ്റ് ചെയ്യരുത്. കാരണം 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് കട്ടയായിട്ട് വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല ഭംഗിയായിട്ട് കിട്ടില്ല. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം തിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റണം. ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ലെയർ പോലെ ഇങ്ങനെ വീഴണം. ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആവും കേട്ടോ. ഒട്ടും ടൈം എടുക്കില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. 1-2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുന്നത് നിർത്തരുത്. കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് ഇളക്കിക്കോണം. വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങ് സെറ്റാവും. പിന്നീട് നമ്മൾ ഇളക്കുമ്പോൾ അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ബൗളുകളൊക്കെ എടുക്കുക. നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന പാത്രം എടുക്കണേ. ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ പാത്രത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടോ, നല്ല ലെയർ പോലെയല്ലേ വീഴുന്നത്. ഇതേപോലെ നമുക്ക് കിട്ടണം. ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴണം. ഇനി ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇല്ലെങ്കിൽ അതൊക്കെ ഹോളായിട്ട് കാണും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഞാൻ എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ പാത്രത്തിൽ വലിയ പാത്രത്തിൽ വെക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ഷേപ്പൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ച് ആ ഷേപ്പിലൊക്കെ കിട്ടും. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ്. ഫ്രീസറിൽ വെക്കരുത്. ഒരു 4-5 മണിക്കൂർ വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ കണ്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ പോരുന്നുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളിതിൽ എണ്ണ തൂത്തിട്ടല്ലേ വെച്ചത്. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്